ഹലോ, ഇന്ന് നമ്മളിവിടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. കാരണം അച്ചാറിന് എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 1/4 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് ഉലുവയും ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയുടെ കൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ 1/2 ടേബിൾ സ്പൂൺ അച്ചാറപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീര് ചേർത്ത് കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസിലുള്ള ഇളനീരിൻ്റെ ഫുൾ കാമ്പും ചേർത്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് ഇളനീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഇളനീരിൽ പിടിക്കത്ത വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഇളനീരൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇളനീരൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മുടെ കൈ വിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇളനീരൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അച്ചാർ ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ടുള്ളൊരു അച്ചാറല്ല കേട്ടോ. 1-2 ദിവസം നമുക്ക് എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ലോങ് ടൈം യൂസിന് പറ്റത്തില്ല. വിനാഗിരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംശയമൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന്